ജനുവരി 11 വ്യാഴാഴ്ച ഈ 9 മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലൈനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. പാട്ട് പാടുവാനായിട്ട് സിസ്റ്റർ ജോയ്സ് മാത്യുവിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക ലൈൻ ലീഡ് ചെയ്യുന്നതായ പ്രിയ ബീനയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രയർ ലൈനിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഭരമേൽപ്പിച്ച ഈ ശുശ്രൂഷ ഭരമേൽപ്പിച്ചതായ പ്രിയ ബിജിയുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പഴയ പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. നിൻ പാതയെ നോക്കി നോക്കി മുമ്പോട്ടോടും അന്ത്യം വരെയും. നിൻ പാതയെ നോക്കി നോക്കി മുമ്പോട്ടോടും അന്ത്യം വരെയും. എന്റെ ജീവിത നാളുകളിൽ പ്രാണനായകൻ കൂടെയുണ്ട്. എന്റെ ജീവിത നാളുകളിൽ പ്രാണനായകൻ കൂടെയുണ്ട്. ഭയം വേണ്ടിയേ മരുഭൂവാത്, ഭയം വേണ്ടിയേ മരുഭൂവാത്, പ്രാണനായകൻ കൂടെയുണ്ട്. പ്രാണനായകൻ കൂടെയുണ്ട്. എൻ പാപഭാരം ചുമന്നു കുരിശേറി കൽവറി മേട്ടിൽ. എൻ പാപഭാരം ചുമന്നു കുരിശേറി കൽവറി മേട്ടിൽ. എൻ പേർക്കായി ജീവൻ തന്നോനെ, നിന്റെ സ്നേഹം എന്നാശ്ചര്യമേ. എൻ പേർക്കായി ജീവൻ തന്നോനെ, നിന്റെ സ്നേഹം എന്നാശ്ചര്യമേ. ദിനമൊക്കെയും നിന്നെ സേവിപ്പാൻ, ദിനമൊക്കെയും നിന്നെ സേവിപ്പാൻ നിന്റെ വൻ കൃപ നൽകിടണേ. നിന്റെ വൻ കൃപ നൽകിടണേ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. ശത്രു നിരനിരയായി നിൽക്കുന്നേ, നിന്ന പരിഹാസമേറിടുന്നേ. ശത്രു നിരനിരയായി നിൽക്കുന്നേ, നിന്ന പരിഹാസമേറിടുന്നേ. പ്രതികൂലങ്ങളേറിടുന്നേ, നാഥ നിന്മാർവിൽ ചാരിടുന്നേ. പ്രതികൂലങ്ങളേറിടുന്നേ, നാഥ നിന്മാർവിൽ ചാരിടുന്നേ. ശക്തി നൽകണം, ജയം നൽകണം. ശക്തി നൽകണം, ജയം നൽകണം. സ്വർഗസിയോനിലെത്തും വരെ, സ്വർഗസിയോനിലെത്തും വരെ.
യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. യേശു മണവാളൻ വന്നിടാറായി, തന്റെ കാന്തയെ ചേർത്തിടുവാൻ. യേശു മണവാളൻ വന്നിടാറായി, തന്റെ കാന്തയെ ചേർത്തിടുവാൻ. ഇനി കാലങ്ങളേറെയില്ല, തന്റെ വാഗ്ദത്തം നിറവേറുന്നേ. ഇനി കാലങ്ങളേറെയില്ല, തന്റെ വാഗ്ദത്തം നിറവേറുന്നേ. എന്നു വന്നിടും മുഖം കാണുവാൻ, എന്നു വന്നിടും മുഖം കാണുവാൻ. പ്രിയ എന്നു നീ വന്നിടുമോ, പ്രിയ എന്നു നീ വന്നിടുമോ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. യാഹൻ ദൈവമെന്നാശ്രയമേ, എന്റെ സങ്കേതം നീ മാത്രമേ. നിൻ പാതയെ നോക്കി നോക്കി മുമ്പോട്ടോടും അന്ത്യം വരെയും. നിൻ പാതയെ നോക്കി നോക്കി മുമ്പോട്ടോടും അന്ത്യം വരെയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണല്ലോ. താങ്ക് യു ജോയ്സ് ആന്റി. കർത്താവ് കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ യാഹായ ദൈവം നമ്മുടെ ആശ്രയമായി, നമ്മുടെ സങ്കേതമായി. ഹല്ലേലൂയ. ആ ദൈവത്തെ നോക്കിയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ പാപഭാരമൊക്കെ പേറി കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ച കർത്താവ്. ഹല്ലേലൂയ. ഇനി എത്രയും വേഗം വരുമെന്നുള്ള പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വന്ന് തന്റെ കാന്തയെ ചേർക്കുമെന്നുള്ള വാഗ്ദത്തത്തിന് വേണ്ടി പിന്നെ ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യാശയുടെ ഗീതം കേൾക്കുവാനും ആമേൻ സന്തോഷിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയമാണല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു യോഹന്നാനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. എന്റെ വോളിയം മാക്സിമം വെച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. താങ്ക് യു. കർത്താവിന്റെ അത്ഭുതകരമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സഹകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരു അവസരം കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഈ രാത്രിയിൽ കരയറ്റുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും സന്തോഷത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥന ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായൊരു ശുശ്രൂഷയാണ്. ലോകം മുഴുവൻ പ്രാർത്ഥനക്കാരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒക്കെ ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും പ്ലാനുകളും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് തോന്നുന്നു സക്സസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നുവെന്ന്. പക്ഷേ ദൈവമക്കൾക്ക് പുറമെ നിന്ന് നോക്കിയാൽ കാണും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊന്നും സക്സസിലേക്കല്ല, വലിയ അപകടത്തിലേക്കാണ് ലോകത്തിന്റെ യാത്ര. രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ആത്മീകപരമായും നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ദൂരെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സദ്വർത്തമാനം മനുഷ്യന്റെ ഐഡിയകളും മനുഷ്യന്റെ പ്ലാനുകളും സ്വതവേ മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും ഒരിക്കലും സമാധാനത്തിലേക്ക് കൊണ്ടുപോകുകയല്ല, ഏതൊക്കെയോ അപകടകരമായ മേഖലകളിലേക്ക് ലോകം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അത് ആത്മീകപരമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ദൈവവചനത്തിനോ പ്രാർത്ഥനകൾക്കോ ആരാധനകൾക്കോ ആത്മീക കൂട്ടായ്മകൾക്കോ പ്രസക്തിയില്ലാത്തൊരു കാലത്തേക്കാണ് ഇന്നത്തെ ലോകത്തിന്റെ യാത്രകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ആത്മീക കൂട്ടായ്മകൾ എന്ന് പറയുന്നത് പലതും ഇന്ന് സാധാരണ കൂട്ടായ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി. പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആരാധനകൾക്കോ ഹൃദയത്തിൽ നിന്നുള്ള ശുശ്രൂഷകൾ പലപ്പോഴും അറിയാതെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിന്റെ അനുഭവം പറയുകയാണെങ്കിൽ പലപ്പോഴും അതിനകത്തൊക്കെ ഒരു കോട്ടങ്ങൾ പഠിച്ചുണ്ട്. അങ്ങനെ ഈ ലോകത്തിന്റെ യാത്ര തന്നെ എന്തോ അപകടകരമായൊരു മേഖലയിലേക്കുള്ള യാത്രയാണെന്ന് ലോകം തന്നെ നമ്മളെ വിളിച്ചു പറയുന്നു. ശാസ്ത്രജ്ഞന്മാർ അത് തന്നെ അംഗീകരിക്കുന്നു. ദൈവ ജനത്തിന്റെ ഇടയിലാണെങ്കിലും ദൈവസഭയുടെ ഇടയിലാണെങ്കിലും നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കരങ്ങളിലാണെങ്കിലും നമ്മളെ നടത്തുന്ന പ്രിയപ്പെട്ടവരുടെ ചിന്തകൾ ആലോചനകൾ നോക്കിയാലാണെങ്കിലും ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനക്കാരെയാണ്. ലോകം മുഴുവൻ ഈ ദിവസങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്കറിയില്ലെങ്കിലും ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവനും ഈ ദിവസങ്ങളിലും പ്രാർത്ഥനക്കാരിലേക്കാണ് മുൻപോട്ട് ദൈവം ശ്രദ്ധ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയിൽ തളരരുത്. ഗലാത്യലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തളർന്നു പോകരുത്, പ്രാർത്ഥനയിൽ തളരരുത്. അതാണ് നമ്മുടെ ഇന്ധനം. ഒരു ട്രെയിനിന്റെ പണ്ടത്തെ പഴയ കാലത്തെ ട്രെയിന് കൽക്കരി കൊണ്ടാണ് ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിതാവ് ഒരു മകനെ ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ മകൻ പപ്പയോട് ചോദിച്ചു, പപ്പ എനിക്ക് ട്രെയിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ട്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് പറ പപ്പ എന്ന് പറഞ്ഞപ്പോൾ പപ്പ മകനോട് പറയുകയാണ്, മോൻ പറ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ കുഞ്ഞു പറയുകയാണ്, പപ്പ ആ ഫ്രണ്ടിൽ നല്ല എഞ്ചിൻ വരുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന്. പപ്പ പറഞ്ഞു അതല്ല. ബോഗി വരുന്നുണ്ട്, അതാണ് പ്രധാനപ്പെട്ട ഭാഗം. പപ്പ പറഞ്ഞു അതല്ല. അപ്പൊ മകൻ 3-4 ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ അതെല്ലാം അല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകന്റെ ചെവിയിൽ കണ്ണിൽ ആ ട്രെയിനിന്റെ ടയർ എത്തുവാനിടയായി തീർന്നു. അപ്പോൾ പെട്ടെന്ന് വീൽ നോക്കി മകൻ പറയാം, പപ്പ ഞാൻ കണ്ടുപിടിച്ചു, ഏറ്റവും പ്രശസ്തമായ ഈ ട്രെയിനിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ വീലാണ് എന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു, മകനെ ഇതെല്ലാം ഈ ട്രെയിൻ ആവശ്യമാണെങ്കിലും ഈ ട്രെയിൻ മുൻപോട്ട് പോകണമെങ്കിൽ ഈ ട്രെയിൻ അകത്തു നിന്ന് കത്തുന്ന കൽക്കരിക്കകത്ത് കിടന്ന് കത്തുന്ന എഞ്ചിനകത്ത് കിടന്ന് കത്തുന്ന പുക മാത്രം പുറത്ത് കാണുന്ന ഒരു കൂട്ടം കൽക്കരി കുണ്ടങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതാണ് ഈ ട്രെയിനെ മുൻപോട്ട് ചലിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ ഒരുപക്ഷെ നമുക്ക് പുറത്ത് കാണുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് വിളംബരം കാണുകയില്ല, അവരുടെ പേര് കാണുകയില്ല, അവരുടെ പോസ്റ്റർ കാണുകയില്ല, അവർക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണുകയില്ല, അവർക്ക് മിഷൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണുകയില്ല. അവരെല്ലാം രഹസ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിരിക്കും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദൈവസഭയെ അല്ലെങ്കിൽ ഈ ലോകത്തെ മുൻപോട്ട് തന്നെ നടത്തുന്നത് ഇതുപോലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുമാണ്. പ്രാർത്ഥനയുടെ വലിയ ശുശ്രൂഷയാണ്. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ദൈവം ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഭൂമിയെ മുഴുവനായി കർത്താവിന് മുൻപാകെ സൃഷ്ടിച്ച് ആദമിന്റെയും ഹവ്വയുടെയും വാഴുവിനെന്ന് കൽപ്പിക്കുകയായിരുന്നു. എന്നാൽ നമുക്കെല്ലാം അറിയാൻ സാധിക്കും, ഒരുമിച്ച് ദൈവം മനുഷ്യന്റെ മേൽ കയറിയ വിഷയത്തെ ഇനി ഒരിക്കലും ദൈവം അതിനകത്ത് വന്ന് എക്സ്ട്രാ ഓർഡിനറി സ്റ്റെപ്പ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയില്ല. മനുഷ്യൻ എപ്പോൾ ദൈവത്തെ വിളിക്കുമോ, കർത്താവേ വന്ന് എന്നെ സഹായിക്കണമെന്ന് പറയുമോ, അപ്പോഴാണ് സർവശക്തനായ ദൈവം വന്ന് നമ്മുടെ ഈ ങ്ങളിൽ സഹായിക്കുന്ന ദൈവത്തിന്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ 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 ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ആത്മീക ജീവിതത്തിലും ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ലോകം നോക്കുന്നത് പ്രാർത്ഥനക്കാരാണ്. ലോകത്തിലെ സകല മനുഷ്യരും ഇനി ശ്രദ്ധിക്കാൻ പോകുന്നതും പ്രാർത്ഥനക്കാരുടെ ശബ്ദത്തെയാണ് എന്നുള്ളത് രാത്രിയിൽ ദൈവജനത്തോട് അറിയിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന സക്കറിയ ബ്രദർ പാസ്റ്ററിനോടും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയെ ദിനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായമാണ് ഇന്ന് രാത്രിയിൽ എടുത്തിരിക്കുന്ന വചനം. അപ്പോസ്തല 12-ാം അധ്യായത്തിൽ എങ്കിലും ഇന്ന് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രവിപ്പാൻ സർവശക്തരായ ദൈവം നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിന്റെ 1-ാമത്തെ വാക്യം, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആ കാലത്ത് ദൈവത്തിന് സ്തോത്രം. എബൌട്ട് ദ ടൈം എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാലം എല്ലാവർക്കും ഒരു കാലമുണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്തോത്രം.
ആമേൻ നമുക്ക് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒരുപാട് കാലങ്ങളെ കുറിച്ച് വിശദീകരിച്ച് എഴുതി. എന്നാൽ ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദൈവസഭ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ശിഷ്യന്മാർ ഇങ്ങനെ ശുശ്രൂഷയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സഭ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഒരു വലിയ പ്രതിസന്ധി ദൈവസഭയ്ക്ക് നേരിടുവാനിടയായി തീർന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരു നല്ല വാർത്തയുമായിട്ടല്ല. ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ പക്ഷേ ആത്മീക ജീവിതം തുടങ്ങിയപ്പോൾ ഒരു നല്ല വാർത്തയുമായിട്ടായിരിക്കുകയല്ല നിങ്ങൾ തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ വർഷം ഒരുപക്ഷെ നിങ്ങൾ ആരംഭിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, കർത്താവേ, ഞാനൊരു നല്ല വാർത്തയുമായിട്ടല്ലല്ലോ ഈ വർഷം ആരംഭിച്ചതെന്ന് ഒരുപക്ഷെ നമ്മൾക്ക് ഓരോരുത്തർക്കും തോന്നിയിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ആമേൻ, കാലങ്ങളെ, സീസണുകളെ മാറ്റുകയും സീസണുകളെ തരികയും ചെയ്ത ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഈ രാത്രിയിൽ ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ലൈഫിൽ ആമേൻ ഒരു ഇഷ്ടപ്പെടാത്തൊരു വാർത്തയുമായി നിങ്ങളുടെ ജീവിതം തുടങ്ങിയെങ്കിൽ ആമേൻ ചില കഴിയുമ്പോഴേ ദൈവം ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ദൈവം തന്റെ ജനത്തെ വിടുവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ കാലത്ത് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ ഹെരോദ് രാജാവ് കൈനീട്ടില്ല. ചിലരെ പീഡിപ്പിക്കാൻ കൈനീട്ടി. ചിലരെ അവന് ടാർഗറ്റാണ്. എല്ലാ പ്രാർത്ഥനക്കാർക്കും പ്രോബ്ലമില്ല, എല്ലാ വിശ്വാസർക്കും പ്രോബ്ലം. എന്നാൽ ചിലർക്ക് പ്രത്യേകമായ ചില ഇഷ്യൂകൾ ദൈവം വച്ചിട്ടുണ്ട്. ചിലർക്ക് പ്രത്യേകമായ ചില പോരുകൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാൻ സാധിക്കുന്നു. തിരുവചനം പഠിക്കുമ്പോൾ ലോകത്തെങ്ങുമില്ലാത്തൊരു പ്രശ്നമാണ് മോശ എന്ന് പറഞ്ഞ പൈതൽ അനുഭവിക്കാനിടയായി തീർന്നത്. താൻ വളർന്നു വന്ന സാഹചര്യം, താൻ വെള്ളത്തിൽ എറിയപ്പെടുന്നു, തന്റെ മാതാപിതാക്കൾക്ക് കൂടെയില്ല, വളർന്നു വരുന്ന സാഹചര്യം, അതിനുശേഷം ആ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. ആർക്കില്ലാത്ത പ്രതിസന്ധികളാണ് പ്രിയ മോശയ്ക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്തൊക്കെയോ നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ അതുവഴിയൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത പ്രശ്നം, ആർക്കുമില്ലാത്ത എന്താ പറയുന്നത് മനോവേദന, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് ഓരോ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടരുത്. എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുത്. ആമേൻ, ദൈവത്തിന് എല്ലാം അറിയാം. ദൈവം എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാനൊരു പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി നീട്ടിയിരിക്കുന്ന പിശാചിന്റെ കരങ്ങളെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ, ദൈവഹിതമല്ലാതെ, ദൈവത്തിന്റെ ആലോചനയില്ലാതെ, നിങ്ങളുടെ അറിവില്ലാതെ, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന നീട്ടിയിരിക്കുന്ന എല്ലാ കരങ്ങളുടെ മേലും ഇന്ന് രാത്രി സ്വർഗത്തിൽ ദൈവം തീയിറക്കി ആ കരങ്ങൾ പിൻവലിപ്പിക്കുമാറാകട്ടെ. ഏത് അനാവശ്യ രോഗമായിക്കൊള്ളട്ടെ, അനാവശ്യ ടെൻഷൻ ആയിക്കൊള്ളട്ടെ, അനാവശ്യ വേദനകളായിക്കൊള്ളട്ടെ, അനാവശ്യമായിട്ടുള്ള പിശാചിട്ടിരിക്കുന്ന ഏതെങ്കിലും വിത്തോ ഏതെങ്കിലും പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നസ്രനായ യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ ആ വിഷയങ്ങളുടെ രാത്രിയിൽ ആത്മാവിൽ നമുക്ക് ജയമെടുക്കാം. ഒരാമയും പറഞ്ഞ് സ്വീകരിക്കാം. ജയം എന്ന് പറഞ്ഞ് നമുക്ക് വചനത്തെ സ്വീകരിക്കാം. ജയം, 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 ജയം. ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാൻ സാധിക്കുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. അതൊരു നല്ല വാർത്തയല്ല. ഈ യാക്കോബിനെ പഠിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നവർ പറയുന്നത്, ഈ യാക്കോബിന്റെ മുട്ടെന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മുട്ടുപോലെ ഇരുന്ന മുട്ടെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തഴമ്പുണ്ടായിരുന്നതാണ് ഈ യാക്കോബിന്റെ മുട്ടിനെ കുറിച്ച് പറയുന്നത്. അർത്ഥം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രസംഗങ്ങളൊന്നും ഈ യാക്കോബ് നടത്തിയിട്ടില്ല കേട്ടോ. വലിയ പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. വലിയ അത്ഭുതങ്ങളൊന്നും വീര്യപ്രവൃത്തികൾക്കൊന്നും ഈ യാക്കോബ് അധികം പ്രവഹിച്ചില്ല. എന്നാൽ താൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാക്കാരനാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന അഭിഷിക്തന്മാർ, ആദ്യ നൂറ്റാണ്ടിലെ പിതാക്കന്മാർ പറയുന്നത് യാക്കോബ് ഒരു പ്രാർത്ഥനാക്കാരനായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനൊരു കാര്യം ദൈവസഭയുടെ ഓർപ്പാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് പിശാച് നിങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന അറിയാം?
അറിയാമോ? ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിലാണെങ്കിൽ, ആദ്യം പ്രാർത്ഥിക്കുന്നവരെ അവൻ ദൈവത്തിന് സ്തോത്രം അവൻ തകർക്കുവാൻ നോക്കും. പ്രാർത്ഥിക്കുന്നവരെ അവൻ നീട്ടി കൈതൊടുവാൻ നോക്കും. ഇന്ന് രാത്രിയിൽ അവൻ പ്രാർത്ഥിക്കുന്നവർ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് ആയിരിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നവരുടെ മേലാണ് അവന്റെ ആദ്യത്തെ കൈ വരുന്നത്. അവൻ പ്രാർത്ഥനയെ തകർത്താൽ ബാക്കി എല്ലാത്തിനെയും തകർക്കാമെന്ന് അവൻ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവൻ പ്രാർത്ഥനയെ തകർക്കുവാൻ ശ്രമിക്കും. രാത്രിയിൽ ആത്മാവിനെ ഗ്രഹിപ്പാൻ ഇടയാകുമാറാകട്ടെ. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. വേദനയാണ്. അതൊരു രഹസ്യ കൊലയല്ല, അതൊരു പരസ്യമായ കൊലപാതകമാണ്. യേശുവിന്റെ അരുമശിഷ്യനായ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ, യേശുവിന് കൂടെ നടന്ന വ്യക്തി, അവർ ഒരു പരസ്യമായിട്ട് രഹസ്യമായിട്ട് വിളിച്ചു പറയുന്നത്, ഇനി യേശുവിന്റെ നാമത്തെ ഇവിടെ ആരും ഉയർത്തരുത്. വലിയൊരു ഗാലറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സ്തോത്രം യാക്കോബിനെ 2 കരങ്ങൾ പുറകോട്ട് കെട്ടി കഴുത്തിൽ കത്തിവെച്ച് ഹെരോദാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ സകല ജനങ്ങളുടെയും മുൻപാകെ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ഇനി യേശുവിനെ കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഇതേപോലെയാകുമെന്ന് പറഞ്ഞു യാക്കോബിന്റെ കഴുത്ത് അവർ മുറിച്ചു മാറ്റുകയാണ്. യാക്കോബ് എന്ന് പറഞ്ഞ ഭക്തന്റെ ശരീരം ആ പടിക്കെട്ടുകൾക്കകത്ത് പിടഞ്ഞ് 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 ഓരോ നിമിഷവും പിടഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പ്രാണനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ രക്തസാക്ഷിയായി നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുവാൻ ഇടയായി തീരുന്നു. രണ്ടാമത്തെ രക്തസാക്ഷിയായി യാക്കോബ്. ദൈവം ശ്രദ്ധിക്കണം, 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക, ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് അവൻ കണ്ടു. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, അവൻ ഭരണാധികാരികളും മത അധികാരിച്ചാൽ അവിടെ പീഡനമുണ്ട്. ഇവിടെ സുവിശേഷത്തിന് വിരോധമായി അന്ന് നടന്നത് മതത്തിന്റെ നേതാക്കന്മാരും യഹൂദന്മാരുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണ നേതാക്കന്മാരും ഒരുമിച്ചെന്നാണ്. രാജാവും ജനവും ഒരുമിച്ചാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. മതവും ഭരണവും ഒരുമിച്ചാൽ അവിടെ ഇന്നത്തെ പോലെ തന്നെ അന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹെരോദ രാജാവും യഹൂദന്മാരെയും ഒരുമിപ്പിക്കുവാനായി ഓരോ കൊലപാതകങ്ങൾ ഇങ്ങനെ ഹെരോദാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യഹൂദന്മാർക്ക് പ്രസാദമായി മറ്റൊരാളെ പ്രസാദിപ്പിക്കാനാണ് അവൻ നിങ്ങളെ പീഡിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യോ പ്രസാദിപ്പിക്കാനാണ് നിങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള സകല ആശകളും ശത്രുവിന്റെ ആശകളും ഇന്ന് രാത്രിയിൽ തകർന്നു പോകട്ടെ, നശിച്ചു പോകട്ടെ. വചനം പറയുന്നു, അവൻ 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമാണ്. ആദ്യം പിശാച് കരം വയ്ക്കുന്നത് പ്രാർത്ഥനയിൽ, രണ്ടാമത് ദൈവസഭ പണിയാനായി കർത്താവ് വെച്ചിരിക്കുന്ന പത്രോസിന്റെ മേലാണ് അവർ കരം വെച്ചിരിക്കുന്നത്. പത്രോസ് ദൈവത്തിന് സ്വന്തം. നമ്മളെ പോലെ സാധാരണക്കാരനായ ശുശ്രൂഷകനാണ് പത്രോസ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചു. നമ്മുടെ ബലഹീനത പോലെ എല്ലാ ബലഹീനതയുമുള്ള വ്യക്തിയാണ് പത്രോസ്. ഈ പത്രോസ് അവരെ പത്രോസിനെ പിടിക്കുവാനായി അവർക്ക് പിടിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. നിങ്ങൾക്ക് ശ്രദ്ധിക്കണമേ, പത്രോസിനെ പിടിച്ചതിന് പുറകിൽ ഒരു ഭാവനയുണ്ട്, അവനൊരു പ്ലാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിശാച് പ്ലാനില്ലാതെ ഒന്നും ചെയ്യുകയില്ല. എന്ത് ചെയ്താലും പിശാച് പ്ലാനോടുകൂടി ചെയ്യത്തുള്ളൂ. പത്രോസിനെ പിടിച്ചതിന് പുറകിലും അവനൊരു പദ്ധതിയുണ്ട്. പരസ്യകൊലമാക്കണം ഇവനെ, പരസ്യകൊലമാക്കണം. കഴിഞ്ഞ ദിവസം യാക്കോബിനെ ചെയ്തതുപോലെ ജനങ്ങളുടെ മുൻപാകെ സാക്ഷിയാക്കി നിർത്തി ഇനി പത്രോസിന്റെ കഴുത്തിലും കൈവയ്ക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെ ഈ ഭൂമിയിൽ മാറ്റിയോ അതേപോലെ തന്നെ ഈ വ്യക്തിയെയും, പത്രോസ് എന്ന് പറഞ്ഞ അപ്പോസ്തലനെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റുവാൻ ഹെരോദാവ് കൈവയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. വചനം പറയുന്നു, സംഭവം പറയുന്നു 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ കടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. 16 പടയാളികളെ ഏൽപ്പിക്കുകയാണ് പത്രോസിനെ സൂക്ഷിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് കാണുന്നത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
സഭയുടെ റെസ്പോൺസിബിലിറ്റി ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഒരു അപ്പോസ്തലന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ അഡ്വക്കേറ്റിനെ തേടി പോയില്ല, ഒരു ഭരണാധികാരിയുടെ കാലിൽ പോയി വീണില്ല, ഹെരോദാവിനോട് പോയി ക്ഷമാപണം ചോദിച്ചില്ല, ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ബലഹീനത പറ്റിപ്പോയെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ തിരിഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ തിരിച്ചും യഹൂദന്മാരായി തീർന്നോളാന്ന് പറഞ്ഞില്ല. അവർക്ക് മനസ്സിലായി ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഭൂമിയിലെ ഭരണാധികാരികൾക്കോ അഡ്വക്കേറ്റുമാർക്കോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് രാത്രിയിൽ നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏത് ഭരണാധികാരികളാണ് നമ്മൾക്ക് സഹായം തരുന്നത്? അവൻ ഏത് അഡ്വക്കേറ്റാണ് നമ്മൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത്? ഏത് ലോകത്തിലെ ഭരണാധികാരികളാണ് നമ്മൾക്ക് വേണ്ടി ദൈവജനത്തിലൂടെ അനുകൂലമായി ഈ ഭൂമിയിൽ എങ്ങും നമ്മളത് പ്രതീക്ഷിക്കേണ്ട? കാരണം തിരുവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ േണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ ആരെയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ വലിയൊരു പ്രതിസന്ധി ദൈവസഭ നേരിട്ടിരിക്കുകയാണ്. അവരുടെ ലീഡറിനെ പ്രശ്നത്തിലാണ്, അവരുടെ ലീഡർ പ്രശ്നത്തിലാണ്. അവരുടെ ലീഡറിനെ സാധാരണ ആൾക്കാരല്ല പിടിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ പ്രശ്നമല്ല, ഇതൊരു വലിയ പ്രശ്നത്തിന്റെ മുൻപിലാണ് സഭയായിരിക്കുന്നത്. പത്രോസിനെ പിടിച്ചിരിക്കുന്നു, യാക്കോബിനെ അവൻ കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവൻ രക്തമണമുള്ള പ്രാർത്ഥനകളാണ് ആ റൂമിൽ മുഴുവൻ. ദൈവത്തിന് സ്തോത്രം. ആ പട്ടണം മുഴുവൻ അപ്പോസ്തലന്മാർ കൊല്ലപ്പെടുന്ന വാർത്ത കൊണ്ട് ആ പട്ടണം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ആ സമയങ്ങളിൽ. അവൻ ഈ സമയത്ത് എവിടേക്കാണ് നമ്മുടെ പ്രതീക്ഷ? എവിടെയാണ് നമ്മൾ നോക്കുന്നത്? ആരെയാണ് നമ്മൾ നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്നത്? രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരു കാലവും സമയമാണിത്. ഇന്ന് രാത്രി നമ്മുടെ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്താമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ ആമേൻ വിശ്വസ്തനായ ദൈവം അത്രേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശ്രദ്ധ കർത്താവിലേക്കാണെങ്കിൽ വലിയ വചനം പറഞ്ഞ് ശ്രദ്ധിക്കണം. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ എന്ന് വെച്ചതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എല്ലാവരുടെയും വായിക്കകത്ത് ആമീൻ പത്രോസിനെ കുറിച്ചുള്ള വേദനയും, എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് പത്രോസിനെ കുറിച്ചുള്ള ഭാരവും, എല്ലാവരുടെയും കണ്ണുകൾക്കകത്ത് ആമീൻ പത്രോസിനെ കുറിച്ചുള്ള ആമീൻ വേദനയുള്ള കണ്ണുനീരും എന്നതുപോലെ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സഭ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ദൈവകൃപ നൽകുമാറാകട്ടെ. രോഗികൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു, ബലഹീനർക്ക് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു, ആമേൻ നമ്മൾ സഭയുടെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു. ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ആമേൻ ദൈവം ആ വിഷയങ്ങൾക്ക് പരിഹാരത്തെ ഒരുക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിന് മറ്റൊരു പരിഹാരം ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ഇനി ഒരു പ്രശ്നത്തിനും പരിഹാരം ആമേൻ വ്യവസ്ഥാപിതമായ മാനുഷിക വാക്കുകൾ കൊണ്ടോ ഐഡിയകൾ കൊണ്ടോ ഭരണാധികാരികൾ കൊണ്ടോ ചെയ്യുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനക്കാർക്ക് മാത്രമേ ഈ ഭൂമിക്ക് ഇനി മറുപടി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനക്കാരി ഈ രാത്രിയിൽ എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഹെരോദ് അവൻ ജനത്തിന്റെ മുമ്പിൽ നിർത്തു ഭാവിച്ചതിന് തലേ രാത്രി ബന്ധിക്കപ്പെട്ടവനായി പടയാളികൾ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ കുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. നമുക്കെല്ലാം വളരെ ആമേൻ പരിചയമുള്ള വേദഭാഗമായിട്ട് വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അവൻ തലേ രാത്രിയിൽ അവൻ പത്രോസ് കിടന്ന് ഉറങ്ങുകയും. ദൈവത്തിന് സ്തോത്രം. ഈ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ പത്രോസ് ഉറങ്ങണമെങ്കിൽ പത്രോസിന്റെ ഹൃദയത്തിനകത്തൊരു കാര്യം ഉറപ്പുണ്ട്. അവൻ ഞാൻ വിശ്വസിച്ചത് ദൈവം ആരാണെന്ന് അറിയും. ദൈവത്തിന്റെ സ്തോത്രം. അവൻ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ പെട്ടെന്ന് കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷനായി. ഈ വാക്കിനോട് ചേർത്ത് വെച്ച് ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കാര്യങ്ങൾ കർത്താവ് തീരുമാനമെടുക്കാൻ പോകുന്നു. അവൻ ഈ വചനാടിസ്ഥാനത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, അവൻ ദൈവം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, ജോലിയുടെ വിഷയമായിക്കൊള്ളട്ടെ, ഏത് ഭാരപ്പെടുന്ന വിഷയമാണോ അതിനകത്ത് സഭ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ പെട്ടെന്ന് കാര്യങ്ങളെ ദൈവം ചെയ്യുവാനിടയായിത്തീരും. ഒറ്റ രാത്രി കൊണ്ടാണ് ദൈവം തന്റെ അപ്പോസ്തലനെ വിടുവിപ്പാനിടയായി തീർന്നത്. ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ അവൻ പെട്ടെന്ന് കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒരു മനുഷ്യൻ ഒരു വർഷം കൊണ്ട് അധ്വാനിക്കുന്നത്
ഒരു വർഷം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ചെയ്യുവാനിടയായി തീരും. എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ ആമേൻ കഷ്ടപ്പെട്ട് ആമേൻ നേടിയെടുക്കാൻ പറ്റാത്തത് ഒരു ദിവസം കൊണ്ട് ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകുവാനിടയായി തീരും. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ പോകുന്നു. കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, ആമേൻ വിദ്യാഭ്യാസത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, ഒരു വീടിന്റെ വിഷയമായിക്കൊള്ളട്ടെ. എനിക്കൊരു വീടില്ല കർത്താവ്, എനിക്കൊരു വീട് വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവം പെട്ടെന്ന് കാര്യം പ്രാർത്ഥിക്കാനിരിക്കുന്ന വ്യക്തിയാണോ, ദൈവം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരും. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം വേഗത്തിൽ കാര്യങ്ങളെ ചെയ്തു തരുമെന്ന് പരിശുദ്ധ ദൈവസഭയോട് പറയുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷനായി അറയിൽ വലിയൊരു വെളിച്ചം വീശി പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ കയ്യിൽ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ചില ചങ്ങലകൾ വീണുപോയി. രാമൻ പറഞ്ഞു സ്തോത്രം ചെയ്യാം. ചില ചങ്ങലകൾ വീണുപോകണം. അതെല്ലാം വീണു പോകട്ടെ. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങിയാൽ ചിലത് വീണു പോകും. പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ ചിലത് വീണു പോകും. ദൈവത്തിന് സ്തോത്രം. നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചുറ്റും ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനകത്ത് ആമേൻ ദൈവം നാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ആത്മാർത്ഥമായ ആരാധനയോ ഒരു ദൈവിക ശുശ്രൂഷ നടക്കാത്തൊരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആമേൻ നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഹോളിൽ നിറയ്ക്കുകയും ഇരുന്നിരുന്ന ഓരോരുത്തരുടെ ഇറങ്ങി വരികയും ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഒരിക്കലും കൈയടിക്കാത്ത വ്യക്തികളൊക്കെ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാൻ കരത്തിന്റെ പൊട്ടിച്ചു. ഉറക്കെ പാടുവാൻ പറ്റാത്തവരുടെ അതരങ്ങളെ ദൈവം പൊട്ടിച്ച് ഉറക്കെ ദൈവത്തിനോട് പാടുവാൻ തുടങ്ങി. അവരുടെ ശബ്ദം മാറി, അവരുടെ കൈ മാറി, കാല് മാറി, അവരുടെ രോഗങ്ങൾ മാറി, ക്ഷീണങ്ങൾ മാറി, മാറി. ആ ദേശത്ത് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭയായി ആ സഭയെ മാറ്റുവാനിടയായിട്ട് ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രാർത്ഥനയിൽ നമ്മൾ തുടങ്ങാൻ തയ്യാറാണെങ്കിൽ ആമേൻ ദൂതന്മാർ ഇറങ്ങുകയും നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ചിന്തകൾക്കകത്ത്, നമ്മുടെ സാമ്പത്തികത്തിനകത്ത്, നമ്മുടെ ആത്മീകത്തിനകത്ത് ഇരിക്കുന്ന പിശാചിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും അത് ഊരി വീഴുവാനിടയായി തരും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഊരി വീഴുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഒന്നുകിൽ പത്രോസിന്റെ കരങ്ങൾ ചെറുതായി കാണും, ഇല്ലെങ്കിൽ ആ ചങ്ങല വലുതായി കാണും. എന്തോ ആയിക്കൊള്ളട്ടെ, എങ്ങനെ നടന്നുകൊള്ളട്ടെ. വചനം പറയുന്നു പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങല ഊരി വീണു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന ചിലത് ഊരി വീഴാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ചില പ്രശ്നങ്ങൾ നിങ്ങളെ ആമേൻ നിങ്ങൾ ജന്മം കൊണ്ട നാൾ മുതൽ നിങ്ങളുടെ പുറകെ പോരാടുന്ന ചില പ്രശ്നങ്ങളെ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഊരിക്കളയാൻ പോവുകയാണ്. ദൂതൻ ഇറങ്ങി അതിനെ ഊരിക്കളയാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവാഹം നടന്ന അന്ന് മുതലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ, ഒരു കുഞ്ഞ് ജനിച്ചതിന് അന്ന് മുതലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ, ഒരു വീട് മേടിച്ചതിന് ശേഷം അന്ന് മുതലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടർന്ന പ്രശ്നങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ മുൻപോട്ട് പോകാൻ തടയുന്ന, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന, ആരാധനയെ തടയുന്ന പ്രശ്നങ്ങൾ കരങ്ങളിൽ നിന്ന് കാലുകളിൽ നിന്നെല്ലാം ഊരി വീഴാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഊരി വീഴട്ടെ. ഇപ്പോൾ ഈ രാത്രി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വചനം അങ്ങനെ തന്നെ പറയുകയാണ്. ദൂതനവരോട് പറഞ്ഞ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതനവരോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തു. നിന്റെ വസ്ത്രം പുറച്ചെന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഒരു വലിയ യാത്ര. 8-ാമത്തെ വാക്യം മുതൽ അതിന്റെ 11-ാമത്തെ വാക്യം വരെ പത്രോസും ദൂതനോട് ചേർന്ന് ഒരു യാത്രയാകാം. 1-ാം കാവലും 2-ാം കാവലും അവൻ കടന്ന് 3-ാം കാവൽ സ്വതവേ അവർക്ക് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഇതുവരെ അടഞ്ഞിരുന്ന വാതിലുകൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലകപ്പെട്ട്, ഏതെങ്കിലും പ്രതിസന്ധിയിലകപ്പെട്ട് വാതിൽ അടഞ്ഞു എന്നുള്ള ഭീതിയിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളിരിക്കുന്ന റൂമിൽ, നിങ്ങളിരിക്കുന്ന വാഹനത്തിനകത്ത്, നിങ്ങളിരിക്കുന്ന ആമേൻ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി ആ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ആ ദൂതൻ നിങ്ങളുമായൊരു യാത്ര ഈ രാത്രിയിൽ നടക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത്, ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ചിട്ടിരുന്നത്, നിങ്ങളുടെ ലിമിറ്റേഷൻ ആക്കിയിട്ടിരുന്ന എല്ലാ ബന്ധനങ്ങളെയും ഇന്ന് രാത്രിയിൽ യേശു അഴിച്ചു മാറ്റി ഒരു പുതിയ യാത്ര ദൂതനുമായി ആരംഭിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളിൽ ചിലർ ദൂതനുമായി ഈ ദിവസങ്ങളിൽ യാത്ര ആരംഭിക്കാൻ പോകുന്നു. ദൂതന്മാരുമായി യാത്ര നടക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ ദൂതന്മാരോട് കൂടെ ഒരു യാത്ര നിങ്ങൾക്കുണ്ട്. ദൈവം അത് ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. വചനം മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൾ ആമേൻ പത്രോസ് എന്ന മനുഷ്യൻ ആമേൻ കാരാഗത്തുനിന്ന് പുറത്തിറങ്ങി പ്രാർത്ഥിക്കുന്നവർ ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ 16-ാമത്തെ വാക്യത്തിൽ ആമേൻ പറയുകയാണ്, പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. പത്രോസ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്.
പത്രോസ് പുറത്തു വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്താണ് പത്രോസ് പോയത്. നമുക്കൊരു അനുഗ്രഹം ഉണ്ടായാൽ, ഒരു നന്മയുണ്ടായാൽ, ഒരു വിടുതലുണ്ടായാൽ ആദ്യം പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് പോകണം. പത്രോസിനോട് ഞാൻ ചോദിക്കുക, പത്രോസേ, എന്താ അമ്മാവിയമ്മ ആ പട്ടണത്തിലുണ്ടായിരുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം, കുടുംബം ഉണ്ടായിരുന്നല്ലോ, ഇവരൊക്കെ ഉള്ളപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതിന്റെ അടുത്ത് പോയേ? പത്രോസ് പറയും, ഹല്ലേലൂയ. പത്രോസ് ഭയങ്കര ജ്ഞാനമുള്ള വ്യക്തിയാണ്. പത്രോസ് പറയും, അമ്മാവിയുടെ വീട്ടിൽ പോയാൽ ഹെരോദാവ് പിന്നെയും ആളെ വിടും, പിന്നെയും എന്നെ ഒന്ന് പിരിച്ചുകൊണ്ട് ബന്ധിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ അടുത്ത് പോയാൽ എനിക്ക് രക്ഷയുണ്ടാകും, എനിക്ക് മാർഗമുണ്ടാകും. ഇതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ലോകം തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലെ ജനങ്ങൾ ആമേൻ സ്തോത്രം നമ്മൾ ആശ്രയിക്കാൻ പോയാൽ അവർ നമ്മളെ വീണ്ടും ബന്ധിച്ച് ഹെരോദാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഹെരോദാൻ അറിയാം നമ്മൾ എവിടെ പോയി മാക്സിമം ഒളിക്കുമെന്ന് ഹെരോദാവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, വചനം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ആ രാത്രിയിൽ തന്നെ ആ ദൈവസഭ വേറൊരു സ്ഥലത്തേക്ക് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇന്ന് വരെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളെ രഹസ്യത്തിൽ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സ്ഥലമാണെന്ന് പോലും ലോകത്തിനോ ഭരണാധികാരികൾക്കോ ഒരു പ്രത്യേക സ്ഥലം നിങ്ങൾക്കായി സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പത്രോസിന് വേറെ ഒരു സ്ഥലം, വചനത്തിനകത്ത് എല്ലാ സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യേശു പോയ സ്ഥലങ്ങൾ, ശിഷ്യന്മാർ പോയ സ്ഥലങ്ങൾ, പൗലോസ് പോയ സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വേറൊരു സ്ഥലമെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഭാഗത്ത് മാത്രമേ അനദർ പ്ലേസ് എന്നാണ്. ആ സ്ഥലത്തിന്റെ പേര് ഇന്ന് വെളിപ്പെടുത്താൻ മനസ്സില്ല. അതിന്റെ അർത്ഥം എന്താ? അന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ആരെങ്കിലും രഹസ്യത്തിൽ അവൻ ചോർത്ത് കൊടുത്താൽ പത്രോസിനെ അറസ്റ്റ് ചെയ്യത്തില്ലേ? അതുകൊണ്ട് ദൈവം ആ സ്ഥലം ആരും അറിയരുത്. ദൈവസഭ തീരുമാനിച്ചാൽ ചില കുടുംബങ്ങളെ വിടുവിക്കാൻ പറ്റും, ചില വ്യക്തികളെ വിടുവിക്കാൻ പറ്റും, ചില പ്രവാചകന്മാരെ വിടുവിക്കാൻ, ചില അപ്പോസ്തലന്മാരെ വിടുവിക്കാൻ, രക്ഷിക്കാൻ ദൈവസഭയ്ക്ക് പറ്റും. ദൈവസഭയ്ക്ക് ഒരുവൻ അവൻ വിടുവിക്കപ്പെട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒളിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പിശാചിന്റെ കണ്ണിൽപ്പെടാതെ, ഹെരോദാവിന്റെ കണ്ണിൽപ്പെടാതെ, ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ദൈവസഭയ്ക്കാണ്. അത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിനും ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ സഭയിൽ കടന്നു വരുന്നവരെ പിശാചിന്റെ കരയിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ പ്രാർത്ഥിച്ച് അവരെ രഹസ്യത്തിൽ ഒളിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കർത്താവ് രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ. ദൈവം ധാരാളമായി ഈ വചനത്തെ നമ്മളെ സഹായിക്കുമാറാകട്ടെ. അനുവദിക്കുന്ന സമയത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട ജനത്തെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഇന്ന് കേട്ട വചനം പോലെ ഇന്ന് രാത്രി ദേവകാത്മാക്കളെ ദൂതന്മാർ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ അധികം ബലം തരണമേ. ദൈവസഭയിൽ കടന്നു വരുന്നവരെ പ്രാർത്ഥനയിൽ ഒളിപ്പിക്കുവാൻ, വിശ്വാസത്താൽ ഒളിപ്പിക്കുവാൻ കൃപ നൽകണമേ. കർത്താവെടുക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനൊരു അവസരം അനുവദിക്കുന്ന ദൈവദാസനും ആമേൻ കൂട്ടു പ്രാർത്ഥന സഹശുശ്രൂഷകർക്കും ക്രിസ്തുവിന്റെ നാമത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിലിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം. ആമേൻ.